ഹായ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് പുതിയൊരു വീഡിയോ ആണ് കേട്ടോ. ഞാനിന്ന് എൻ്റെ ഒരു ഡേ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്നൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊരു ലോങ് വീഡിയോ ആണ്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് വന്ന് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പൂരി മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാക്കുവിന് പൂരി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ എപ്പോഴൊന്നും ഞങ്ങൾ ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് പൂരിയാണ്. അങ്ങനെ ഞാൻ അതിനുള്ള മാവൊക്കെ കുഴച്ച് ആട്ടപ്പൊടിയും കുറച്ച് മൈദയും മിക്സാക്കിയിട്ടാണ് കേട്ടോ പൂരി ഉണ്ടാക്കിയത്. ഞാൻ അങ്ങനെ നല്ലോണം കുഴച്ച് റെഡിയാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇച്ചിരി ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മൊത്തത്തിലൊന്ന് ഓയിൽ തേച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് അതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് പണികളൊക്കെ ചെയ്യാം. കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. മുട്ട ഉണ്ടായിരുന്നു, അത് പുഴുങ്ങാൻ വെച്ചു. മുട്ടക്കറിയാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 മുട്ട എനിക്കും കാക്കുവിനും വേണ്ടി മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. മോൾക്ക് എടുത്തിട്ടില്ല. അങ്ങനെ അത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറിൽ തന്നെയാണ് വെച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കറി വെക്കണമല്ലോ. മുട്ടക്കറിക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കുകയാണ് കേട്ടോ. ഒരു 2 ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, വലിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു പച്ചമുളക് എടുത്തുള്ളൂ കേട്ടോ, മുളകും പൊടി ഇടുമല്ലോ, ഓവർ എരിവ് പറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു പച്ചമുളക് എടുത്തുള്ളൂ. പിന്നെ എല്ലായിടത്തും മഴയാണ്, എല്ലാ സ്ഥലങ്ങളിലും നല്ല മഴയാണ്. പല നാശനഷ്ടങ്ങളും പലയിടത്തും ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ബാക്കി കുറേ സ്ഥലങ്ങളിൽ നല്ല പ്രോബ്ലംസ് ഉണ്ട്. എല്ലാവർക്കും ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഈ സമയത്ത് മോൾ എണീറ്റില്ല കേട്ടോ. മോൾ ഉറങ്ങുകയാണ്. രാവിലെ എണീറ്റ് വരുമ്പോൾ തൊട്ടി കിടത്തി പോകുന്നതാണ്, എണീറ്റിട്ടില്ല. അപ്പോൾ അവൾ ഉണരുമ്പോഴത്തേക്കൊക്കെ ഇങ്ങനെ ചടപടയിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുട്ട ഞാൻ പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ടായിരുന്നു, വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. ഞാൻ കറി വെക്കാൻ നിന്നുണ്ടായിരുന്നു, കുക്കറിലാണ് വെക്കുന്നത്. അങ്ങനെ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് വാട്ടി ഉപ്പിട്ടിട്ടൊന്ന് വാട്ടിയെടുത്ത് തക്കാളി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കാളി വെന്തതിന് ശേഷം ഞാൻ ഇപ്പം എല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇഞ്ഞയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ മറന്നു പോയതാണ്. അപ്പോൾ ഇപ്പോഴട്ടെ. സാധാരണ ഞാൻ ഉള്ളി വാട്ടുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തു. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചിരകി അരച്ചിട്ട് ഒഴിക്കണം കേട്ടോ. അപ്പോൾ അത് പിന്നെ അതുവരെ ഒന്ന് ഓഫ് ചെയ്ത് വെച്ചു. തിളച്ചതിന് ശേഷം ഒന്ന് ഓഫ് ചെയ്ത് വെച്ചു. ഞാൻ തേങ്ങ ചിരകാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് തേങ്ങ ചിരകിയിട്ട് അതിലേക്ക് പിന്നെ ചെറുള്ളിയും ചെറിയ ജീരകവും കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തു കേട്ടോ. അരച്ചതിന് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടൊന്ന് തിളപ്പിച്ച് മുട്ട ഇട്ട് കൊടുത്തു അതിലേക്ക് കേട്ടോ. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് തിളച്ചതിന് ശേഷം അത് മുട്ട അതിലേക്ക് ഇട്ടിട്ട് പിന്നെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കറിയുടെ പരിപാടി ഇവിടെ തീർന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് അടച്ച് വെച്ച് മാറ്റി വെച്ചു. പിന്നെ അപ്പോഴത്തേക്കും നമ്മുടെ മോള് എണീറ്റുണ്ടായിരുന്നു കേട്ടോ. ലബി മോള് എന്നാണ് വിളിക്കുക. ലബി മോളെന്ന് വിളിക്കും, ലല്ലു എന്ന് വിളിക്കും, കുറേ ചില ഉപ്പച്ചി വിളിക്കും, പാത്തു എന്ന് വിളിക്കും, അങ്ങനെ കുറച്ച് പേരുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ പിന്നെ അവളെ ഞാൻ അങ്ങനെ ഒരു ഭാഗത്ത് അവിടെ ആക്കി. പിന്നെ അവൾക്ക് ഇനി ഫുഡ് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു കുറച്ച് നേരത്തെ എണീറ്റുണ്ട് അവൾ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ഭൂരിയുടെ പരിപാടിക്ക് നിന്നു കേട്ടോ. അത് ഉരുളാക്കാൻ നിന്നു. ഉരുളാക്കിയിട്ട് പരത്തി ഉണ്ടായിരുന്നു. പരത്തുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ട് ആൾ കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നോട് ഇങ്ങനെ അവൾക്കൊന്നത് എടുക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ എത്തിക്കുകയാണ്. താഴെ നിർത്തിയതായിരുന്നു ഞാൻ. അപ്പോൾ അവൾ ഭയങ്കര കരച്ചിൽ. ഞാൻ എന്താ കാണിക്കുന്നതെന്ന് അവൾക്ക് കാണണം, ടേബിളിൽ കയറണം, അങ്ങനെ എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് അറിയാഞ്ഞിട്ടൊരിത്. അപ്പോൾ അങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ കൂടെ ഒന്ന് പരത്തിയെടുത്തു. നമ്മുടെ പത്തിരി പ്രസ് ഉണ്ടല്ലോ, അതിലാണ് പരത്തുന്നത് കേട്ടോ. ആകുമ്പോൾ ഒരൊറ്റ അമർത്തിയ പരിപാടി കഴിയും. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കുറച്ച് ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. അപ്പോൾ മോൾക്കാണെങ്കിൽ ഇത് പറ്റില്ല, ഇത് അവൾ കഴിക്കില്ല. അവൾക്ക് ഞാൻ വേറെ ദോശ ചുട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2 ദോശ ഞാൻ സെപ്പറേറ്റ് അവൾക്കും വേണ്ടിയിട്ട് ചുട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ഭൂരി. അങ്ങനെ അപ്പോൾ ഞാനങ്ങനെ ഭൂരിയൊക്കെ ചുട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഭൂരിയൊക്കെ ചുടൽ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ കോഴീനെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. കോഴീനെ വിടാമെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ട് കോഴീനെ പുറത്താക്കി കേട്ടോ. അതാ കോഴികളത് അങ്ങനെ ഫുഡ് കഴിക്കുന്നു. അവരും കഴിക്കട്ടെ അല്ലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് വിചാരിച്ചു, ചോറിന് വെള്ളം വെക്കാം. ഇന്ന് അടുപ്പിലൊന്നും കത്തിച്ചിട്ടില്ല കേട്ടോ.
ചായയും കടിയൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ ഗ്യാസിലല്ലേ. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിക്കാൻ വിചാരിച്ച് ചോറിന് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. അങ്ങനെ ചോറിന് വെള്ളം വെച്ച് ഒന്ന് അടുപ്പൊക്കെ ഒന്ന് കത്തിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മോൾക്ക് ഫുഡ് കൊടുക്കാൻ നിന്നു. അവൾക്ക് 2 ദോശ ചുട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ സെപ്പറേറ്റ് അത് കൊടുക്കാൻ നിന്നു കേട്ടോ. അതൊക്കെ ഒരു വിധത്തിൽ കൊടുത്തു. അപ്പോഴത്തേക്കും കാക്കു എണീറ്റുണ്ടായിരുന്നു. കാക്കു ചായ കുടിച്ചിട്ട് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അപ്പോഴത്തേക്കും അടുപ്പൊക്കെ കത്തി വെള്ളം ഒന്ന് ഇതായിട്ടുണ്ടായിരുന്നു കേട്ടോ, അരി ഇടാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരി ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു. ഈ പണികളെല്ലാം ചെയ്ത പാത്രങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. അതെല്ലാം ഞാനൊന്ന് വേഗം കഴുകിയെടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മോളെ കുളിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പണിയുണ്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് അവൾ പിന്നെ എന്നെപ്പോലെ തന്നെയാണ് കേട്ടോ. കണ്ണാടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഫോണൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്ന് പോസ് ചെയ്യാനും ഒന്ന് ഇതാക്കാനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവളവിടെ നിർത്തിയിട്ട് ഞാൻ വിചാരിച്ചു ബീട്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കഴിഞ്ഞ ദിവസം കൊടുന്നതാണ്. അത് ഞാൻ ഉപ്പേരി വെച്ചു. ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഉപ്പേരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ റെഡിയായി കഴിഞ്ഞിട്ട് ഞാൻ മീൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു. മീൻ മസാല കൂട്ടിയിട്ടുണ്ടായിരുന്നു. ചൂതയായിരുന്നു കേട്ടോ മീൻ. കറി തലേ ദിവസം വെച്ചതുണ്ടായിരുന്നു കേട്ടോ, മീൻ കറി. തലേ ദിവസത്തെ മീൻ കറി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തിളപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ മീനൊക്കെ പൊരിച്ച് കഴിഞ്ഞ് ഞാൻ അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി ഗ്യാസും വീതനയും ഒക്കെ ഒന്ന് ക്ലീനാക്കിയിട്ടു കേട്ടോ. ഇതിങ്ങനെ ക്ലീനാക്കിയിട്ടിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. എല്ലാവർക്കും ഇങ്ങനെ അറിയില്ല, എനിക്ക് പ്രത്യേകിച്ച് വീതനൊക്കെ ഇങ്ങനെ നീറ്റായിട്ട് കിടക്കണം. എനിക്ക് പണികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വീതനമോ ഒന്നും അങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവിടെ അങ്ങനെ നീറ്റായിട്ട് കിടക്കണം കേട്ടോ. അങ്ങനെയാണ് എനിക്ക്. അങ്ങനെ അവിടെ എല്ലാം ഒന്ന് ക്ലിയർ ആക്കിയിട്ടതിന് ശേഷം ഞാൻ അടിച്ചു വാരി തുടക്കാൻ ഒന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബെഡ്ഷീറ്റും പുതപ്പൊക്കെ ഒന്ന് മടക്കി വെച്ച് ബെഡൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് വൃത്തിയാക്കിയിട്ടതിന് ശേഷം അടിച്ചു വാരി ഉണ്ടായിരുന്നു കേട്ടോ. മോൾ അവിടെ നിൽക്കുന്നുണ്ട് എടുത്ത്. ഞാൻ മാക്സിമം ഫോണിൻ്റെ മുന്നിലോട്ട് അവൾ ഡ്രസ്സ് ഇട്ടിട്ടില്ല. അത് കാരണം ഞാൻ ക്യാമറയുടെ മുന്നിലോട്ട് വരാണ്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവിടെ ഇങ്ങനെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അടിച്ചു വാരി ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് എൻ്റെ റിലേറ്റീവ്സ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് പേര് എനിക്ക് പേഴ്സണലിയൊക്കെ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിയർ കുറവുണ്ട് വീഡിയോക്ക് എന്നുള്ളത്. എനിക്കറിയാം കുറേ കുറവുകൾ എൻ്റെ വീഡിയോക്ക് ഉണ്ടാവും കേട്ടോ. ക്ലാരിറ്റി ആണെങ്കിലും പെർഫെക്ഷൻ ആണെങ്കിലും ഒക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവും. ഞാനൊരു സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, ഞാനൊരു മുൻകരുതലും ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ഇനി എല്ലാം സെറ്റാക്കണം. ഇൻഷാ അല്ലാ നമുക്കൊക്കെ റെഡിയാക്കാം. ക്ലാരിറ്റിയും എല്ലാം നമുക്ക് റെഡിയാക്കാം ഇൻഷാ അല്ലാ. ഇതേപോലെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും കുഴപ്പങ്ങളോ ആയിട്ട് നിങ്ങൾക്ക് അതെല്ലാം ചേഞ്ച് എന്തെങ്കിലും ഞാൻ മാറ്റം വരുത്തണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം. ഞാൻ എന്തൊക്കെയാണ്, അതായത് എങ്ങനെയൊക്കെയുള്ള വീഡിയോസാണ് ചെയ്യേണ്ടത് എന്നൊക്കെ എന്നാൽ കഴിയുന്നതാണെങ്കിൽ ഞാൻ ഒക്കെ ചെയ്യും കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞാൻ എല്ലായിടും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. റൂമോളും താഴെ മാത്രമേ തുടച്ചുള്ളൂ കേട്ടോ, മേലെ തുടച്ചിട്ടില്ല. മേലെ കുറച്ച് ദിവസം അയക്കണം തുടച്ചിട്ട്. നമുക്ക് ഒരു ദിവസം ഒന്ന് തുടച്ചെടുക്കാനുണ്ട് ഇൻഷാ അല്ലാ. ഓരോ കാരണങ്ങളായിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ നീണ്ട് പോവാണ് കേട്ടോ. എന്തായാലും എത്രയും പെട്ടെന്ന് മേലെ ഒരു ദിവസം തുടക്കണം. കുറച്ച് ദിവസം അയക്കണം മേലെ തുടച്ചിട്ട് കേട്ടോ. എപ്പോഴും തുടക്കാറില്ല, അതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിട്ട് പോരാറാണ്. അങ്ങനെ താഴെ ഡെയിലി തുടക്കും കേട്ടോ. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞു. ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മോളവിടെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ. സിറ്റൗട്ടിൽ ഇങ്ങനെ എന്നെ കാണുന്ന രീതിയിൽ സിറ്റൗട്ടിൽ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ നിൽക്കും. ഒരുപാട് സമയം അങ്ങനെ നിൽക്കുമ്പോൾ അവൾ കരച്ചിൽ തുടങ്ങും. അങ്ങനെ അപ്പോൾ ഞാൻ അങ്ങനെ വേഗം അടിച്ചു വാരി എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അടിച്ചു വാരുകയാണ് കേട്ടോ. ഇന്ന് മഴ കുറച്ച് കുറവായിരുന്നു കേട്ടോ, അങ്ങനെ മഴ ഉണ്ടായിരുന്നില്ല. രാവിലെ എണീറ്റപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മഴ പെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് മഴ തന്നെ ആയിരിക്കും കേട്ടോ. അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മഴയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അടിച്ചു വരുമ്പോഴൊന്നും മഴയില്ല. അപ്പോൾ ഞാൻ വേഗം ഒന്ന് ഇനിയിപ്പോൾ മഴ അഥവാ പെയ്താലോ എന്ന് വിചാരിച്ചിട്ട് വേഗം ഒന്ന് അടിച്ചു വാരി ഇട്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം കുളിച്ചു. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മോൾക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൾ ഫുഡ് കൊടുത്ത് അവളെ ഉറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവളെ ഉറക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നെ ഫുഡ് കഴിക്കാനിരുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു. ബീട്രൂട്ട് ഉപ്പേരിയും മീൻ പൊരിച്ചതും ചൂത പൊരിച്ചതും ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് സൈഡായിട്ടുണ്ടായിരുന്നു. അവൾ ഉറങ്ങുകയാണല്ലോ. അങ്ങനെ പിന്നെ എണീറ്റതിന് ശേഷം ഞാൻ അവൾക്ക് ഫുഡ് കൊടുത്തു. പഴമാണ് കൊടുത്തത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിച്ചു. പൂരം വറുത്തതാണ് കേട്ടോ. അത് അമൃതപ്പൊടി ഇല്ലേ, അംഗൻവാടിയിൽ നിന്ന് മോൾക്ക് കിട്ടിയതായിരുന്നു. അതുകൊണ്ട് പൂരം വറുത്തതാണ് കേട്ടോ ഞാൻ ചായക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത്.
ഉണ്ടായിരുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ രാത്രി മഗ്‌രിബ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് മടക്കാൻ. 2-3 ദിവസത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ കൂട്ടിയിട്ടിട്ട് 2-3 ദിവസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉണങ്ങിയതും ഉണങ്ങാത്തതും ഒക്കെ കൂടായിട്ട് അങ്ങനെ ഒരു ചെറിയ വെയിലിട്ടപ്പോൾ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് മടക്കി വെച്ചു. എൻ്റെ കൂടെ മോളും ഉണ്ട് കേട്ടോ മടക്കാൻ. ഞാൻ ഒരെണ്ണം ഇങ്ങോട്ട് വെക്കുമ്പോൾ അവൾ ഒരെണ്ണം താഴത്തേക്ക് എടുത്തിടുന്നുണ്ട്, എനിക്ക് കൊടുന്ന് തരുന്നുണ്ട്, ഇടയ്ക്ക് അതെടുത്തിട്ട് വേറെ എവിടെയോ കൊണ്ടേ ഇടുന്നുണ്ട്. അങ്ങനെയൊക്കെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും കാക്കു വന്നിട്ടുണ്ടായിരുന്നു. കാക്കു വരുമ്പോൾ മോൾക്ക് ഒരു കാറ് തന്നെയല്ലേ ഇത്, അത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മോട്ടറിന് വർക്കാവുന്ന പാട്ടൊക്കെ ഉണ്ട്. അതൊക്കെ കേട്ടപ്പോൾ ആൾക്ക് ഭയങ്കര ഇത്, അതിലിരുന്നിട്ട് പിന്നെ എണീക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ആ പാട്ടൊക്കെ കേട്ടിട്ട് ഒപ്പം ഡാൻസൊക്കെ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നുണ്ട് ആൾ. ആൾക്ക് പിന്നെ പാട്ട് കേട്ടാൽ അപ്പം ഡാൻസ് കളിക്കും, അങ്ങനെയാണ്. അങ്ങനെ അതിൽ നിന്ന് പിന്നെ എണീക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിൽ തന്നെ ഒരു 10:30 വരെ ആൾ അതിൽ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.